ഈ 35 വയസ്സുള്ള ജോസിജൻ 60ാമത്തെ വയസ്സിൽ ഇദ്ദേഹത്തിന് റിട്ടയർമെന്റിൽ ഈ സമയത്ത് ഇദ്ദേഹത്തിന് ഒരു 5 കോടി രൂപ കോർപ്പസ് കണ്ടെത്തണം. അതിനുവേണ്ടി ഇദ്ദേഹം ഒരു SIP വഴി ഒരു 25,000 റുപ്പീസ് വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇദ്ദേഹം നാട്ടിൽ വന്ന സമയത്ത് അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു കാറ് വാങ്ങണമെന്നുള്ള ഒരു ആഗ്രഹം വന്നു. അപ്പോൾ ഇദ്ദേഹം നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ റിട്ടയർമെന്റിന് വേണ്ടി നിക്ഷേപിച്ച ആ ഒരു ഫണ്ടിൽ ആ സമയത്ത് 22 ലക്ഷം രൂപയോളം ഉണ്ടായിരുന്നു. ഇദ്ദേഹം എന്ത് ചെയ്തു? വേറെ ഒന്നും നോക്കിയില്ല, ഇതിൽ നിന്ന് ഒരു 20 ലക്ഷം രൂപ വിഡ്രോ ചെയ്തിട്ട് ഇദ്ദേഹം കാർ വാങ്ങി. കാരണം കാർ വാങ്ങുന്ന സമയത്ത് വലിയൊരു സന്തോഷമൊക്കെ കിട്ടുമല്ലോ, അത് നടന്നു. പക്ഷേ മറുവശത്ത് വേറൊരു കാര്യം സംഭവിച്ചു. കാരണം ഇദ്ദേഹത്തിന് റിട്ടയർമെൻറ്റ് എന്നത് കുളമായിട്ട് മാറി. അപ്പോൾ ഇവിടെ കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 120 മൈനസ് 75 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45 ലക്ഷം രൂപയുടെ നഷ്ടമാണ്. 45 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഇവിടെ വെച്ച് ഈ ജോസിച്ചൻ എമൗണ്ട് വിഡ്രോ ചെയ്തതിലൂടെ സംഭവിച്ചത്. ഇപ്പം ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഇത് സ്പെഷ്യലി ഒരു പർട്ടിക്കുലർ ഗോള് ഫോക്കസ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ റിട്ടയർമെൻറ്റ് ഫണ്ട് പോലെയുള്ള സംഭവം.